മോഡൽ വേർബ്സിന് ശേഷം മെയിൻലി നമുക്ക് ഉപയോഗിക്കാവുന്ന 3 തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ആണ്. നമുക്ക് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം വിത്തൗട്ട് ടു ഇല്ലാതെ, അതായത് V1 ഉപയോഗിക്കാം. മോഡൽ വെർബിന് ശേഷം V1 വരുമ്പോൾ അതിനർത്ഥം ഒരു കാര്യം സംഭവിക്കും, സംഭവിക്കാം, സംഭവിക്കണം അതെല്ലാമാണ്. മോഡൽ വേർബ്സിന് ശേഷം നമ്മൾ B+ing ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം ഒരു കാര്യം സംഭവിക്കുകയായിരിക്കും, ആയിരിക്കാം, ആയിരിക്കണം എന്നെല്ലാമാണ്. കണ്ടിന്യൂസ് ടെൻസസിന്റെ ഏകദേശം അതേ മീനിങ് ആണ് ഈ സ്ട്രക്ചറിന് വരുന്നത്. മോഡൽ വെർബിന് ശേഷം #+V3 വരുമ്പോൾ, അതായത് #+പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോൾ അതിന് ഒരു സാധാരണ പെർഫെക്റ്റ് ടെൻസിന്റെ അതേ മീനിങ് തന്നെയാണ്. ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാവും, സംഭവിച്ചിട്ടുണ്ടാവണം, സംഭവിച്ചിട്ടുണ്ടാവാം, ഇതെല്ലാം പറയാനാണ് നമ്മൾ മോഡൽ വെർബിന് ശേഷം #+V3 ഉപയോഗിക്കുന്നത്. മോഡൽസിന് ശേഷം ബിയും ഹാവും വരുന്ന ഈ സ്ട്രക്ചേഴ്സ് ആണ് മെയിൻലി ഇന്നത്തെ ലെസണിലുള്ളത്. മറ്റ് എക്സാമ്പിൾസും കാണാം. ഈ ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ലെസന്റെ ഹോംവർക്ക് നോക്കാം. ഇത് ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അഭയാർത്ഥികൾക്ക് ഭക്ഷണം മാത്രമല്ല മരുന്നും വേണം. ഇൻവേർഷനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്. ക്വസ്റ്റ്യൻ അല്ലാത്ത സെന്റൻസസിലും സബ്ജക്റ്റിന് മുന്നിൽ ഓക്സിലറി വെർബ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. അഭയാർത്ഥികൾക്ക് ഭക്ഷണം മാത്രമല്ല മരുന്നും വേണം. നമുക്ക് ഈ ഒരു കാര്യം നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിച്ച് പറയാം. സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെ പറയാം: റെഫ്യൂജീസ് നീഡ് നോട്ട് ഓൺലി ഫുഡ് ബട്ട് ഓൾസോ മെഡിസിൻ. നോട്ട് ഓൺലിയും ബട്ട് ഓൾസോയും യൂസ് ചെയ്ത് നമ്മൾ രണ്ട് ക്ലോസുകളെ കമ്പൈൻ ചെയ്യുമ്പോൾ നോട്ട് ഓൺലിക്ക് ശേഷം വന്ന വേർഡ് എന്തോ അതേ പാർട്ട് ഓഫ് സ്പീച്ചിലുള്ള വേർഡ് ആയിരിക്കണം ബട്ട് ഓൾസോയ്ക്ക് ശേഷവും വരുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടെ നോട്ട് ഓൺലിക്ക് ശേഷം നമ്മൾ ഫുഡ് എന്ന നൗൺ ആണ് ഉപയോഗിച്ചത്. ബട്ട് ഓൾസോവിന് ശേഷം നമ്മൾ മെഡിസിൻ എന്ന നൗൺ ഉപയോഗിച്ചു. റെഫ്യൂജീസ് നീഡ് നോട്ട് ഓൺലി ഫുഡ് ബട്ട് ഓൾസോ മെഡിസിൻ. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. നോട്ട് ഓൺലി ഉപയോഗിച്ച് ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുക: നോട്ട് ഓൺലി ഡു റെഫ്യൂജീസ് നീഡ് ഫുഡ് ബട്ട് ദേ ഓൾസോ നീഡ് മെഡിസിൻ. നോട്ട് ഓൺലി ഒരു നെഗറ്റീവ് എക്സ്പ്രഷൻ ആണ്. അത് ഉപയോഗിച്ച് നമ്മളൊരു സെന്റൻസ് തുടങ്ങുമ്പോൾ പിന്നെ അതിനുശേഷം ഓക്സിലറി വെർബ്, പിന്നെയാണ് സബ്ജക്റ്റ് വരിക. നോട്ട് ഓൺലി ഡു റെഫ്യൂജീസ് നീഡ് ഫുഡ് ബട്ട് ദേ ഓൾസോ നീഡ് മെഡിസിൻ. അവർക്ക് മരുന്നും വേണം. ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല. ഐ ഹാവൻ ഗോൺ ടു അമേരിക്ക അല്ല, ഐ ഹാവൻ ബീൻ ടു അമേരിക്ക. കംപ്ലീറ്റഡ് ആയ വിസിറ്റിനെ കുറിച്ച് പറയാം. അതായത് പോയി വന്നിരിക്കുന്നു, പോയി വന്നിട്ടുണ്ട് എന്ന് പറയാൻ നമ്മൾ ഗോൺ എന്ന വെർബ് യൂസ് ചെയ്യില്ല. അതിന് പകരം ബീൻ ആണ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് നെവർ ബീൻ ടു ദ US അല്ലെങ്കിൽ ഐ ഹാവ് നോട്ട് ബീൻ ടു ദ US. ഐ ഹാവ് നോട്ട് ഗോൺ ടു ദ US അല്ല, നോട്ട് ബീൻ ടു ദ US. ഞാനും പോയിട്ടില്ല. ഐ ഹാവിൻറ്റ് ഐദർ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് neither have I എന്ന് പറയാം, nor have I എന്നും പറയാം. I haven't been to the US, neither have I. ഞാനും പോയിട്ടില്ല. I haven't either എന്ന് പറഞ്ഞാലും ഇതേ അർത്ഥം തന്നെയാണ്. either ആണെങ്കിൽ അത് അവസാനമാണ് വരിക, neither ആദ്യമാണ് വരുന്നത്. യാതൊരു കാരണവശാലും ഈ പാർട്ട്ണർഷിപ്പ് നമുക്ക് തുടരാനാവില്ല. ഇതുപോലത്തെ ഒരു കാര്യം പറയാൻ നമുക്ക് അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് എന്ന ഫ്രേസ് ഉപയോഗിക്കാം. അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് ക്യാൻ വി കണ്ടിന്യൂ ദിസ് പാർട്ട്ണർഷിപ്പ്. കഴിഞ്ഞ ലെസൺ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അത് കണ്ടു നോക്കൂ. അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് ഒരു നെഗറ്റീവ് അഡ്വർബിയൽ ആണ്. അതുപയോഗിച്ച് നമ്മളൊരു സെന്റൻസ് തുടങ്ങുമ്പോൾ പിന്നെ അതിനുശേഷം ഓക്സിലറി വെർബ്, പിന്നെ അതിനും ശേഷമാണ് സബ്ജക്റ്റ് വരിക. അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് ക്യാൻ വി കണ്ടിന്യൂ ദിസ് പാർട്ട്ണർഷിപ്പ്. ഇത്ര ബുദ്ധിശക്തിയുള്ള ഒരു കുട്ടിയെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഐ ഹാവ് നെവർ സീൻ സച്ച് എൻ ഇന്റലിജന്റ് ചൈൽഡ്. അതാണ് നോർമൽ സെന്റൻസ്. ഐ ഹാവ് നെവർ സീൻ സച്ച് എൻ ഇന്റലിജന്റ് ചൈൽഡ്. ഇത് തന്നെ നമുക്ക് ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ ഉപയോഗിച്ചും പറയാം. നെവർ ഹാവ് ഐ സീൻ സച്ച് എൻ ഇന്റലിജന്റ് ചൈൽഡ്. നെവർ ഹാവ് ഐ സീൻ, ഐ ഹാവ് നെവർ സീൻ എന്നതിന് പകരം നമുക്ക് നെവർ ഹാവ് ഐ സീൻ എന്ന് പറയാം. ഒരു സെന്റൻസ് ഒരു നെഗറ്റീവ് വെർബ് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ പിന്നെ അതിനുശേഷം ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ ആണ് നമ്മൾ ഉപയോഗിക്കുക. അതായത് ഓക്സിലറി വെർബ് ആദ്യം വരും, പിന്നെ അതിനുശേഷമാണ് സബ്ജക്റ്റ് വരിക. ഒരിക്കൽ പോലും അവൾ പ്രതീക്ഷ കൈവിട്ടില്ല. ഷീ നെവർ ഗേവ് അപ്പ് ഹോപ്പ് എന്ന് പറയാം. ഷീ നെവർ ഗേവ് അപ്പ് ഹോപ്പ് അല്ലെങ്കിൽ ഷീ നെവർ ലോസ്റ്റ് ഹോപ്പ്. ഇത് തന്നെ മറ്റൊരു രീതിയിലും പറയാം. അറ്റ് നോ ടൈം ഡിഡ് ഷീ ലൂസ് ഹോപ്പ് അല്ലെങ്കിൽ അറ്റ് നോ ടൈം ഡിഡ് ഷീ ഗീവ് അപ്പ് ഹോപ്പ്. ലൂസിന് പകരം നമുക്ക് ഗീവ് അപ്പ് എന്ന ഫ്രേസൽ വെർബും യൂസ് ചെയ്യാം. അറ്റ് നോ ടൈം ഒരിക്കൽ പോലും അവൾ പ്രതീക്ഷ കൈവിട്ടില്ല. ഡിഡ് ഷീ ഗീവ് അപ്പ് ഹോപ്പ്. ഇനി ഇന്നത്തെ ലെസൺ. എന്നെ രാവിലെ വിളിക്കരുത്. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഇമ്പറേറ്റീവ് സെന്റൻസസ് ആണ്. ഇമ്പറേറ്റീവ് സെന്റൻസസ് വെർബ് ഉപയോഗിച്ചാണ് നമ്മൾ തുടങ്ങുക. ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഡോണ്ട്. ഡോണ്ട് കോൾ മീ ഇൻ ദ മോർണിംഗ്. ഡോണ്ട് ഫോൺ മീ ഇൻ ദ മോർണിംഗ്. ഫോൺ ചെയ്യരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡോണ്ട് കോൾ മീ എന്നും പറയാം, ഡോണ്ട് ഫോൺ മീ എന്നും പറയാം. ഡോണ്ട് ഫോൺ മീ ഇൻ ദ മോർണിംഗ്. ഞാൻ ജോലി ചെയ്യുകയാവും. ആ സമയത്ത് ഒരു പ്രവൃത്തി നടക്കുകയായിരിക്കും അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ വില്ലിന് ശേഷം B+ing ഉപയോഗിക്കുക.
ഐ വിൽ ബി വർക്കിംഗ്. രാവിലെ ഞാൻ ജോലി ചെയ്യുകയായിരിക്കും, അതുകൊണ്ട് ആ സമയത്ത് എന്നെ വിളിക്കരുത്. ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഈ സ്ട്രക്ചർ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു ഹാബിറ്റിനെ കുറിച്ച് പറയുന്നതിന്, ഒരു റുട്ടീനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും നമുക്ക് ഈ സ്ട്രക്ചർ ഉപയോഗിക്കാം. വിൽ കണ്ടതുകൊണ്ട് മാത്രം ഇത് ഫ്യൂച്ചർ ആണ് എന്ന് കരുതരുത്. മോഡൽ വേർബ്സിന് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. അതിനുശേഷം വരുന്ന സ്ട്രക്ചർ അത് ബി ആണോ ഹാവ് ആണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മോഡൽ വേർബ്സിൻ്റെ സമയം അത് നിശ്ചയിക്കുന്നത്. ഡോണ്ട് കോൾ മീ ഇൻ ദ മോർണിംഗ്. രാവിലെ എന്നെ വിളിക്കരുത്. ഐ വിൽ ബി വർക്കിംഗ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഞാൻ ജോലി ചെയ്യുകയായിരിക്കും. വിൽ ബി പ്ലസ് ഐ എൻ ജി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കാര്യം സംഭവിക്കുകയായിരിക്കും എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. അത് തുടർന്നു കൊണ്ടിരിക്കുകയായിരിക്കും. ബി പ്ലസ് ഐ എൻ ജി കണ്ടിന്യൂറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഹാവ് പ്ലസ് വി ത്രീ കംപ്ലീഷനെയാണ് സൂചിപ്പിക്കുന്നത്. അവരെ ഇപ്പോൾ വിളിക്കരുത്. ഡോണ്ട് ഫോൺ ദം നൗ. അവരെ ഇപ്പോൾ വിളിക്കണ്ട. അവർ ഡിന്നർ കഴിക്കുകയാവും. ഇത് ഫ്യൂച്ചറിനെ കുറിച്ചല്ല പറയുന്നത്, പ്രസന്റിലുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ അവർ ഡിന്നർ കഴിക്കുകയായിരിക്കും. നമുക്ക് അത് ഉറപ്പുള്ള കാര്യമല്ല, നമ്മൾ അവരെ കാണുന്നില്ല. പക്ഷെ നമ്മൾ ഊഹിച്ചു പറയുകയാണ്. അവർ സാധാരണ ഡിന്നർ കഴിക്കുന്ന സമയമായിരിക്കാം ഇത്. അതുകൊണ്ട് നമ്മൾ ഊഹിച്ചു പറയുന്നതാണ് അവർ ഇപ്പോൾ ഡിന്നർ കഴിക്കുകയായിരിക്കും. ഇത് പറയാനും നമുക്ക് വിൽ ബി പ്ലസ് ഐ എൻ ജി ഉപയോഗിക്കാം. വിൽ ബി പ്ലസ് ഐ എൻ ജി ഫ്യൂച്ചറിലൊരു കാര്യം നടക്കുകയായിരിക്കും എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. പ്രസന്റിൽ ആ കാര്യം നടക്കുകയായിരിക്കും എന്ന് ഊഹിച്ചു പറയുന്നതിന് വേണ്ടിയും നമുക്ക് ഉപയോഗിക്കാം. ദേ വിൽ ബി ഹാവിംഗ് ഡിന്നർ. ഡോണ്ട് കോൾ ദം നൗ. ദേ വിൽ ബി ഹാവിംഗ് ഡിന്നർ. അവർ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ആ പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുകയായിരിക്കും. ഒരു കാര്യം സംഭവിക്കുകയായിരിക്കും, ഒരു പ്രവൃത്തി തുടർച്ചയായി നടന്നു കൊണ്ടിരിക്കുകയായിരിക്കും എന്നെല്ലാം പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിൽ ബി പ്ലസ് ഐ എൻ ജി ഉപയോഗിക്കുന്നത്. രാഹുൽ സാധാരണ 8 മണിക്ക് ജോലിക്ക് പോകും. ഹാബിറ്റാണ്, ഒരു റുട്ടീൻ്റെ ഭാഗമായ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ജോലിക്ക് പോവുക എന്നതിന് നമുക്ക് ഗോ ടു വർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ലീവ് ഫോർ വർക്ക് എന്ന് പറയാം. ലീവ് എന്ന വെർബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ അതിനുശേഷം വരുന്ന പ്രിപ്പൊസിഷൻ ഫോർ ആണ്. ഗോ എന്ന വെർബിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പൊസിഷൻ ടു ആണ്. രാഹുൽ യൂഷ്വലി ലീവ്സ് ഫോർ വർക്ക് അറ്റ് 8. രാഹുൽ യൂഷ്വലി സാധാരണ ലീവ്സ് ഫോർ വർക്ക് അറ്റ് 8 ഇൻ ദ മോർണിംഗ്. രാവിലെ 8 o'clock എന്നോ 8 എന്നോ നമുക്ക് പറയാം. രാഹുൽ യൂഷ്വലി ലീവ്സ് ഫോർ വർക്ക് അറ്റ് 8 ഇൻ ദ മോർണിംഗ്. ലീവ്സ് ഫോർ വർക്ക് എന്ന എക്സ്പ്രഷന് പകരം നമുക്ക് ഗോസ് ടു വർക്ക് എന്നോ ഗോസ് ടു ദ ഓഫീസ് എന്നോ പറയാൻ സാധിക്കും. രാഹുൽ യൂഷ്വലി ഗോസ് ടു ദ ഓഫീസ് അറ്റ് 8 o'clock ഇൻ ദ മോർണിംഗ്. 8:30 അവൻ വീട്ടിലുണ്ടാവില്ല. സാധാരണ 8 മണിക്ക് ഓഫീസിൽ പോകുന്ന ഒരാൾ 8:30 വീട്ടിലുണ്ടാവില്ല. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വിൽ നോട്ട് ബി ആണ്. He will not be at home at 8:30. At 8:30 he will not be at home. അവൻ വീട്ടിലുണ്ടാവില്ല. അവൻ ഓഫീസിൽ പോയിട്ടുണ്ടാവും, ജോലിക്ക് പോയിട്ടുണ്ടാവും. ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ഒരു പ്രവൃത്തി സംഭവിച്ചിട്ടുണ്ടാവും, നടന്നിട്ടുണ്ടാവും എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വിൽ ഹാവ് പ്ലസ് വി ത്രീ ആണ്. അവൻ ജോലിക്ക് പോയിട്ടുണ്ടാവും. He will have gone to work. Rahul usually leaves for work at 8 in the morning. At 8:30 he will not be at home. He will have gone to work. അവൻ ജോലിക്ക് പോയിട്ടുണ്ടാവും. ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാവും എന്ന് പറയാൻ വിൽ ഹാവ് പ്ലസ് വി ത്രീ ഉപയോഗിക്കാം. നിനക്ക് ആ ജോലി ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല. You have no chance of getting that job. നിനക്ക് ആ ജോലി ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല. You have no chance of getting that job. അല്ലെങ്കിൽ you haven't got any chance of getting that job. Have no chance എന്ന് പറഞ്ഞാലും haven't got any chance എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. You haven't got any chance of getting that job. നീ അതിന് അപേക്ഷിച്ചാൽ if you apply for it, നീ നിന്റെ സമയം വെറുതെ കളയുകയായിരിക്കും ഫലം. If you apply for it, you will be wasting your time. നിന്റെ സമയം നീ വെറുതെ പാഴാക്കുകയായിരിക്കും ഫലം. പാഴാക്കിയിട്ടുണ്ടാവും എന്നല്ല ഇവിടെ പറയുന്നത്, പാഴാക്കുകയായിരിക്കും എന്നാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ will be plus ing ഉപയോഗിക്കുന്നത്. You will be wasting your time if you apply for it. 6:30 മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും. The meeting will have ended at 6:30. ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാവും എന്ന് പറയാൻ will have plus v3 ഉപയോഗിക്കാം. 6:30 മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും. ദ മീറ്റിംഗ് വിൽ ഹാവ് എൻഡഡ് അറ്റ് 6:30. ബൈ 6:30 എന്ന് പറയുമ്പോൾ 6:30 കൂടി എന്നാണ്. അറ്റ് 6:30 എന്ന് പറഞ്ഞാൽ 6:30. ദ മീറ്റിംഗ് വിൽ ഹാവ് എൻഡഡ് അറ്റ് 6:30. സോ ഐ ക്യാൻ മീറ്റ് യു അറ്റ് 7. അതുകൊണ്ട് എനിക്ക് നിന്നെ 7 മണിക്ക് കാണാൻ കഴിയും. ഒരു കാര്യം ചെയ്യാൻ സാധിക്കും എന്ന് പറയാൻ ക്യാൻ ഉപയോഗിക്കാം. അവന് പരിക്കു പറ്റിയിരിക്കുന്നു. ഹി ഈസ് ഇൻജേർഡ് അല്ലെങ്കിൽ ഹി ഹാസ് ബീൻ ഇൻജേർഡ് എന്നും പറയാം.
സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് ഫോമും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം, പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് ഫോമും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഹി ഈസ് ഇൻജേർഡ് അല്ലെങ്കിൽ ഹി ഹാസ് ബീൻ ഇൻജേർഡ്. അവൻ നാളെ കളിക്കുന്നുണ്ടാവില്ല. ഒരു കാര്യം സംഭവിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ സംഭവിക്കുന്നുണ്ടാവില്ല എന്ന് പറയാൻ വിൽ ബി പ്ലസ് ing ആണ് ഉപയോഗിക്കേണ്ടത്. നാളെ അവൻ കളിക്കുന്നുണ്ടാവില്ല. ഹി വിൽ നോട്ട് ബി പ്ലേയിങ് ടുമോറോ. ഹി വിൽ നോട്ട് ബി പ്ലേയിങ് ടുമോറോ. ഹി ഈസ് നോട്ട് പ്ലേയിങ് ടുമോറോ എന്ന് പറയുമ്പോൾ നാളെ അവൻ കളിക്കുന്നില്ല എന്നാണ്. ഹി വിൽ നോട്ട് ബി പ്ലേയിങ് ടുമോറോ എന്ന് പറയുമ്പോൾ നാളെ അവൻ കളിക്കുന്നുണ്ടാവില്ല എന്നാണ്. മലയാളത്തിൽ കളിക്കുന്നില്ല എന്ന് പറയേണ്ട സാഹചര്യങ്ങളിൽ പ്രസന്റ് കണ്ടിന്യൂസ് തന്നെ ഉപയോഗിക്കുക. കളിക്കുന്നുണ്ടാവില്ല എന്ന് പറയേണ്ട സാഹചര്യങ്ങളിൽ വിൽ ബി പ്ലസ് ing ഉപയോഗിക്കുക. അവൾ പാർട്ടിക്ക് വരുന്നുണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് തോന്നുന്നുണ്ടോ? ഡു യു തിങ്ക്? അവൾ പാർട്ടിക്ക് വരുന്നുണ്ടാവുമോ? വിൽ ഷീ ബി കമ്മിങ് ടു ദ പാർട്ടി? വിൽ ഷീ ബി കമ്മിങ് ടു ദ പാർട്ടി? അവൾ പാർട്ടിക്ക് വരുന്നുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ ഈസ് ഷീ കമ്മിങ് ടു ദ പാർട്ടിയാണ്. വരുന്നുണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ വിൽ ഷീ ബി കമ്മിങ് ടു ദ പാർട്ടി എന്ന് വേണം പറയാൻ. ഇനി നമുക്ക് ഈ രണ്ടിനെയും കമ്പൈൻ ചെയ്യണം. ഈ രണ്ട് ക്വസ്റ്റ്യനെയും കമ്പൈൻ ചെയ്യണം. നമുക്ക് ഒരു സെന്റൻസിൽ രണ്ട് ക്വസ്റ്റ്യൻ ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ അല്ലാതെ സാധാരണ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റും. അതായത് സബ്ജക്റ്റിന് ശേഷമാണ് പിന്നെ ഓക്സിലറി വെർബ് വരിക. ഡു യു തിങ്ക് ഷീ വിൽ ബി കമ്മിങ് ടു ദ പാർട്ടി? വിൽ ഷീ ബി അല്ല, ഷീ വിൽ ബി കമ്മിങ് ടു ദ പാർട്ടി. അവൾ പാർട്ടിക്ക് വരുന്നുണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഷീ ഈസ് കമ്മിങ് ടു ദ പാർട്ടി എന്ന് പറഞ്ഞാൽ അവൾ പാർട്ടിക്ക് വരുന്നുണ്ട് എന്നാണ്. ഷീ വിൽ ബി കമ്മിങ് ടു ദ പാർട്ടി എന്ന് പറയുമ്പോൾ അവൾ പാർട്ടിക്ക് വരുന്നുണ്ടാവും എന്നാണ്. ഡു യു തിങ്ക് ദാറ്റ് ഷീ വിൽ ബി കമ്മിങ് ടു ദ പാർട്ടി? അവൾ പാർട്ടിക്ക് വരുന്നുണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ നാളെ ബാങ്കിൽ പോകുന്നുണ്ടാവുമോ? പോകുന്നുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ ആർ യു ഗോയിങ് ടു ദ ബാങ്ക് ടുമോറോ എന്ന് ചോദിച്ചാൽ മതി. പോകുന്നുണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ വിൽ യു ബി ഗോയിങ് ടു ദ ബാങ്ക് ടുമോറോ? വിൽ യു ബി ഗോയിങ് ടു ദ ബാങ്ക് ടുമോറോ? രണ്ടും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഇല്ല. ഇപ്പോഴേ നമ്മൾ നിശ്ചയിച്ച് ഉറപ്പിച്ച ഫ്യൂച്ചർ ഇവന്റ്സിനെ കുറിച്ച് പറയാൻ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസും ഉപയോഗിക്കാം, വിൽ ബി പ്ലസ് ing ഉപയോഗിക്കാം. മലയാളത്തിലും നമ്മളിതിങ്ങനെ രണ്ട് രീതിയിൽ പറയും. പോകുന്നുണ്ടോ, പോകുന്നുണ്ടാവുമോ. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും രണ്ട് ഫോം ഉണ്ട്. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. വിൽ യു ബി ഗോയിങ് ടു ദ ബാങ്ക് ടുമോറോ? നീ നാളെ ബാങ്കിൽ പോകുന്നുണ്ടാവുമോ? ആർ യു ഗോയിങ് ടു ദ ബാങ്ക് ടുമോറോ? നീ നാളെ ബാങ്കിൽ പോകുന്നുണ്ടോ? മീനിങ്ങിൽ കാര്യമായ ഒരു ഡിഫറൻസും ഇല്ല. പ്രസന്റ് കണ്ടിന്യൂസ് പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. അത് ഏകദേശം നടക്കും എന്നത് ഉറപ്പാണ്. പക്ഷെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് അതായത് വിൽ ബി പ്ലസ് ing ഉപയോഗിച്ച് ഈ ഒരു കാര്യം പറയുമ്പോൾ ആ ഒരു ഉറപ്പ് അവിടെ അത്രയധികം ഇല്ല. സംഭവിക്കാൻ സാധ്യതയുണ്ട്, എന്നാൽ സംഭവിക്കും എന്നൊരു ഉറപ്പ് നമുക്കില്ല. പക്ഷെ ഐ ആം ഗോയിങ് ടു ദ ബാങ്ക് ടുമോറോ എന്ന് ഞാൻ പറഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ അതിനർത്ഥം ഞാൻ പോകും എന്ന് തന്നെയാണ്. ഞാൻ പോകുന്നുണ്ട്, അതിപ്പോഴേ എടുത്ത തീരുമാനമാണ്. ഐ വിൽ ബി ഗോയിങ് ടു ദ ബാങ്ക് ടുമോറോ എന്ന് പറയുമ്പോൾ പോവാൻ എനിക്ക് ഉദ്ദേശമുണ്ട്, പക്ഷെ അത്ര തന്നെ ഉറപ്പുള്ളൊരു കാര്യമല്ല അത്. നിനക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു. യു വർ ലക്കി. വീണപ്പോൾ നിനക്ക് പരിക്കു പറ്റുമായിരുന്നു. ഒരു കാര്യം സംഭവിക്കുമായിരുന്നു അല്ലെങ്കിൽ അതിന് സാധ്യതയുണ്ടായിരുന്നു എന്നെല്ലാം പറയാൻ കുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കാം. യു വർ ലക്കി. യു കുഡ് ഹാവ് ഇൻജേർഡ് യുവർ സെൽഫ് വെൻ യു ഫെൽ. യു കുഡ് ഹാവ് ഇൻജേർഡ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പിന്നെ അതിനുശേഷം ആർക്കാണ് പരിക്ക് പറ്റുന്നത് എന്നുകൂടി പറയണം. ഇവിടെ നിനക്ക് തന്നെയാണ് പരിക്ക് പറ്റുന്നത്, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് യുവർ സെൽഫ് എന്ന റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ്. യു കുഡ് ഹാവ് ഇൻജേർഡ് യുവർ സെൽഫ്. നിനക്ക് തന്നെ പരിക്ക് പറ്റുമായിരുന്നു. വെൻ യു ഫെൽ, നീ വീണപ്പോൾ. യു കുഡ് ഹാവ് ഇൻജേർഡ് യുവർ സെൽഫ് എന്നതിന് പകരം യു കുഡ് ഹാവ് ബീൻ ഇൻജേർഡ് എന്നും നമുക്ക് പറയാം. പർവ്വതങ്ങളിൽ കാലാവസ്ഥ വളരെ പെട്ടെന്ന് മാറാം. ഇതൊരു തിയററ്റിക്കൽ പോസിബിലിറ്റിയാണ്. ഇപ്പോൾ ഈ സമയത്ത് കാലാവസ്ഥ മാറും എന്നൊരർത്ഥം അതിനില്ല, പക്ഷെ ഇത് പോസിബിൾ ആണ്. കുന്നിൻ പ്രദേശങ്ങളിൽ കാലാവസ്ഥ ഏത് നിമിഷം വേണമെങ്കിലും മാറാം. ഇതുപോലത്തെ തിയററ്റിക്കൽ പോസിബിലിറ്റീസിനെ കുറിച്ച് പറയാൻ നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. പൊതുവെ നമ്മൾ പോസിബിലിറ്റിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ക്യാൻ അധികം യൂസ് ചെയ്യാറില്ല. എബിലിറ്റിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ക്യാൻ ഉപയോഗിക്കുന്നത്. പോസിബിലിറ്റിയെ കുറിച്ച് പറയാൻ നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യനിലും നെഗറ്റീവ് സെന്റൻസസിലും മാത്രമാണ്. അഫർമേറ്റീവ് സെന്റൻസസിൽ നമ്മൾ ആ മീനിങ് എക്സ്പ്രസ് ചെയ്യുന്നത് മേ, മൈറ്റ്, കുഡ് ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി ഉപയോഗിച്ചായിരിക്കും. പക്ഷെ ഇതുപോലുള്ള തിയററ്റിക്കൽ പോസിബിലിറ്റീസിനെ കുറിച്ച് പറയാൻ ആക്ച്വൽ പോസിബിലിറ്റി അല്ല ഇതെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ സംഭവിക്കാം എന്ന് മാത്രമാണ് പറയുന്നത്. ഇന്നിങ്ങനെ സംഭവിക്കും അങ്ങനെ ഒരു അർത്ഥം അതിനില്ല. ഇതുപോലത്തെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് അഫർമേറ്റീവ് സെന്റൻസസിൽ ക്യാൻ ഉപയോഗിക്കാം. പർവ്വതങ്ങളിൽ കാലാവസ്ഥ വളരെ പെട്ടെന്ന് മാറാം. ദ വെദർ ക്യാൻ ചേഞ്ച് ക്വിക്ക്ലി ഇൻ ദ മൗണ്ടെയ്ൻസ്. ദ വെദർ ക്യാൻ ചേഞ്ച് വെരി ക്വിക്ക്ലി ഇൻ ദ മൗണ്ടെയ്ൻസ്. ഇപ്പോൾ വെദർ ചേഞ്ച് ചെയ്യും എന്നൊരർത്ഥം ഇതിനില്ല. നമ്മളൊരു ഹിൽ സ്റ്റേഷൻ സന്ദർശിച്ചിരിക്കുകയാണ്, ആ സമയത്ത് അവിടെ കാലാവസ്ഥ മാറാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് വെദർ ക്യാൻ ചേഞ്ച് എന്നല്ല, ദ വെദർ മേ ചേഞ്ച് എന്ന് തന്നെയാണ്. ആക്ച്വൽ പോസിബിലിറ്റീസിനെ കുറിച്ച്, അതായത് ഒരു കാര്യം
ഉടനെ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സംഭവിക്കാനുള്ള റിയൽ സാധ്യതയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി മേ ഉപയോഗിക്കുക. പക്ഷെ അത് സാധ്യമാണ് എന്ന് പറയാൻ, തിയററ്റിക്കലി അത് പോസിബിൾ ആണ് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാൻ ആണ്. ദ വെദർ ക്യാൻ ചേഞ്ച് വെരി ക്വിക്ക്ലി ഇൻ ദ മൗണ്ടെയ്ൻസ്. അവസാന നിമിഷം ട്രിപ്പ് ക്യാൻസൽ ചെയ്യപ്പെട്ടു. ക്യാൻസൽ ചെയ്യപ്പെട്ടു, പാസീവ് വെർബ് വേണം ഉപയോഗിക്കാൻ. ദ ട്രിപ്പ് വാസ് ക്യാൻസൽഡ്, അവസാന നിമിഷം, അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ്. ദേ ക്യാൻസൽഡ് ദ ട്രിപ്പ്, ദേ അല്ലെങ്കിൽ ദ ഓർഗനൈസേഴ്സ് ക്യാൻസൽഡ് ദ ട്രിപ്പ് അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ്. അതിൻ്റെ പാസീവ് വോയിസ് ആണ് ദ ട്രിപ്പ് വാസ് ക്യാൻസൽഡ് എന്നത്. ദ ട്രിപ്പ് വാസ് ക്യാൻസൽഡ് അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ്, അവസാന നിമിഷം ട്രിപ്പ് ക്യാൻസൽ ചെയ്യപ്പെട്ടു. എനിക്ക് എന്തായാലും പോവാൻ കഴിയില്ലായിരുന്നു. ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറയാൻ കുഡ് ഹാവ് പ്ലസ് വി 3 ഉപയോഗിക്കും. കഴിയില്ലായിരുന്നു എന്ന് പറയാൻ കുഡിൻ ഹാവ് പ്ലസ് വി 3 ഉപയോഗിക്കും. എനിക്ക് എന്തായാലും പോവാൻ കഴിയില്ലായിരുന്നു. ഐ കുഡിൻ ഹാവ് ഗോൺ എനിവേ. എന്തായാലും, എങ്ങനെയായാലും ആ ഒരു മീനിങ് എല്ലാം കിട്ടുന്നതിന് വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് എനിവേ. ഐ കുഡിൻ ഹാവ് ഗോൺ എനിവേ, കാരണം എനിക്ക് സുഖമില്ലായിരുന്നു. ബിക്കോസ് ഐ വാസ് ഇൽ. ഐ കുഡിൻ ഹാവ് ഗോൺ എനിവേ, എനിക്ക് എന്തായാലും പോവാൻ കഴിയില്ലായിരുന്നു. ബിക്കോസ് ഐ വാസ് ഇൽ, എനിക്ക് സുഖമില്ലായിരുന്നു. ദ ട്രിപ്പ് വാസ് ക്യാൻസൽഡ് അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ്. ഐ കുഡിൻ ഹാവ് ഗോൺ എനിവേ ബിക്കോസ് ഐ വാസ് ഇൽ. ഞാൻ എന്തായാലും ജയിക്കില്ലായിരുന്നു. ഐ കുഡിൻ ഹാവ് വൺ എനിവേ, അതുകൊണ്ട് ഞാൻ മാരത്തോൺ ഓടാൻ പോയില്ല. അതുകൊണ്ട് മാരത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതേയില്ല. സോ ഐ ഡിഡിൻ റൺ ദ മാരത്തോൺ. ഐ കുഡിൻ ഹാവ് വൺ എനിവേ സോ ഐ ഡിഡിൻ റൺ ദ മാരത്തോൺ. ഞാനത് ഓടാനേ പോയില്ല. അവരിവിടെ അധിക കാലം താമസിച്ചിട്ടില്ല. അവർ റീസെൻ്റ്ലി ആണ് ഇങ്ങോട്ട് താമസം മാറ്റിയത്. ഇപ്പോൾ അവരിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് അധിക സമയമായിട്ടില്ല. അതാണ് നമുക്ക് പറയേണ്ടത്. ദേ ഹാവിൻ ലിവ്ഡ് ഹിയർ ഫോർ ലോങ്. അധിക കാലം എന്നതിന് ഫോർ ലോങ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫോർ എ ലോങ് ടൈം എന്ന് പറയാം. ദേ ഹാവിൻ ലിവ്ഡ് ഹിയർ ഫോർ ലോങ്. അവർക്ക് ഇവിടെ അധികം ആളുകളെ അറിയാൻ സാധ്യമല്ല. അവർ റീസെൻ്റ്ലി ആണ് ഇങ്ങോട്ട് താമസം മാറ്റിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ ഒരുപാട് ഫ്രണ്ട്സോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു കാര്യം ഇമ്പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു കാര്യം ഇമ്പോസിബിൾ ആണ് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുക കനോട്ട് ആണ്. ദേ കനോട്ട് നോ മെനി പീപ്പിൾ ഹിയർ. ദേ കനോട്ട് നോ മെനി പീപ്പിൾ ഹിയർ, അത് സാധ്യമല്ല. ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ മെനോട്ട് ഉപയോഗിക്കില്ല. സാധ്യമാണ് എന്ന് പറയാൻ നമ്മൾ മേ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം സംഭവിക്കുന്നത് സാധ്യമല്ല, ഇമ്പോസിബിൾ ആണ് എന്ന് പറയാൻ കനോട്ട് വേണം ഉപയോഗിക്കാൻ. ദേ കനോട്ട് നോ മെനി പീപ്പിൾ ഹിയർ, അവർക്കിവിടെ ഒരുപാട് ആളുകളെ അറിയാൻ എന്തായാലും സാധ്യമല്ല. ദേ മെനോട്ട് നോ മെനി പീപ്പിൾ ഹിയർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരിവിടെ ഒരുപാട് പേരെ അറിയാൻ ഇടയില്ല എന്നാണ്. മെനോട്ടിന് ഇമ്പോസിബിൾ എന്നൊരർത്ഥമില്ല, കനോട്ടിന് ഇമ്പോസിബിൾ എന്നൊരർത്ഥമുണ്ട്. പോലീസ് റോഡ് അടച്ചിരിക്കുന്നു. ദ പോലീസ് ഹാവ് ക്ലോസ്ഡ് ദ റോഡ്. അതുകൊണ്ട് നമുക്ക് മറ്റൊരു വഴിക്ക് പോവേണ്ടി വരും. സോ വി വിൽ ഹാവ് ടു ഗോ അനദർ വേ, അല്ലെങ്കിൽ സോ വി വിൽ ഹാവ് ടു ഗോ എ ഡിഫറെൻറ്റ് വേ. ദ പോലീസ് ഹാവ് ക്ലോസ്ഡ് ദ റോഡ് സോ വി വിൽ ഹാവ് ടു ഗോ എ ഡിഫറെൻറ്റ് വേ. വി വിൽ ഹാവ് ടു എന്നതിന് പകരം വി ഹാവ് ടു എന്ന് പറഞ്ഞാലും മതി. പോവേണ്ടതുണ്ട്. വിൽ ഹാവ് ടു പറയുമ്പോൾ പോവേണ്ടി വരും എന്നർത്ഥം. ഹാവ് ടു മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോവേണ്ടതുണ്ട് എന്നർത്ഥമാണ്. ദ പോലീസ് ഹാവ് ക്ലോസ്ഡ് ദ റോഡ് സോ വി ഹാവ് ടു ഗോ എ ഡിഫറെൻറ്റ് വേ. നമുക്ക് മറ്റൊരു വഴിയിലൂടെ, വേറെ ഒരു വഴിയിലൂടെ പോവേണ്ടി വരും. എ ഡിഫറെൻറ്റ് വേ എന്നതിന് പകരം നമുക്ക് അനദർ വേ എന്നും പറയാം. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാവണം. റോഡ് ക്ലോസ് ചെയ്തതിനുള്ള കാരണമായിട്ടാണ് പറയുന്നത്. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടാവണം. ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാവണം എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് മസ്റ്റ് ഹാവ് പ്ലസ് വി 3 ആണ്. ദർ മസ്റ്റ് ഹാവ് ബീൻ എൻ ആക്സിഡൻറ്റ്. ദർ മസ്റ്റ് ഹാവ് ബീൻ എൻ ആക്സിഡൻറ്റ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ബീൻ ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്ന് എങ്ങനെയാണ് പറയുന്നത്? ദർ വാസ് എൻ ആക്സിഡന്റ് അല്ലെ? ആ വാസ് എന്നത് ബിയുടെ ഒരു ഫോമാണ്. ഇനി അതിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഹാവ് ബീൻ. ദർ മസ്റ്റ് ഹാവ് ബീൻ എൻ ആക്സിഡന്റ്. ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടാവണം, സംഭവിച്ചിട്ടുണ്ടാവണം. ഫോൺ അടിച്ചത് ഞാൻ കേട്ടില്ല. ഐ ഡിഡിൻ ഹിയർ ദ ഫോൺ റിങ്. റിങ്ങിങ് എന്നും പറയാം. ഐ ഡിഡിൻ ഹിയർ ദ ഫോൺ റിങ്. ഹിയർ എന്ന വെർബിന് ശേഷം സി എന്ന വെർബിന് ശേഷം നമുക്ക് ING ഫോമും യൂസ് ചെയ്യാം, ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ING ഫോം നമ്മൾ ഉപയോഗിക്കുന്നത് ആ പ്രവൃത്തി നമ്മൾ പൂർണ്ണമായും കാണുകയോ കേൾക്കുകയോ ചെയ്യാതിരിക്കുന്ന സാഹചര്യങ്ങളിലാണ്. ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നത് നമ്മൾ ആ പ്രവൃത്തി മുഴുവൻ കേട്ടു അല്ലെങ്കിൽ കണ്ടു എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഐ ഡിഡിൻ ഹിയർ ദ ഫോൺ റിങ്. ഫോൺ ബെല്ലടിച്ചത് ഞാൻ കേട്ടില്ല. ഞാൻ ഉറക്കത്തിൽ ആയിരുന്നിരിക്കണം. ആയിരുന്നിരിക്കണം, ആയിരുന്നിരിക്കാം എന്നാണ് പറയേണ്ടതെങ്കിൽ മേയോ മൈറ്റോ ഉപയോഗിച്ചാൽ മതി. ആയിരുന്നിരിക്കണം എന്ന് പറയുമ്പോൾ മസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഐ മസ്റ്റ് ഹാവ് ബീൻ അസ്ലീപ്. നമ്മൾ പറയുന്നത് പാസ്റ്റിലെ ഏതോ ഒരു സമയത്തുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മസ്റ്റിന് ശേഷം ഹാവ് പ്ലസ് വി 3 ഉപയോഗിക്കുന്നത്.
മോഡൽ വെർബിന് ശേഷം ഹാവ് പ്ലസ് ബി ത്രീ ഉപയോഗിക്കുന്നത് എപ്പോഴും പാസ്റ്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. മോഡൽ വെർബിന് ശേഷം ബി പ്ലസ് ഐ എൻ ജി ഉപയോഗിക്കുന്നത് പ്രസന്റിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. അതായത് പറയുന്ന സമയത്ത് ഒരു പ്രവൃത്തി നടക്കുകയായിരിക്കാം എന്ന് പറയാനാണ് ബി പ്ലസ് ഐ എൻ ജി ഉപയോഗിക്കുന്നത്. ഇതിനോടകം ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാസ്റ്റിൽ ഏതോ ഒരു സമയത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവണം എന്നെല്ലാം പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ മോഡൽ വെർബിന് ശേഷം ഹാവ് പ്ലസ് ബി ത്രീ ഉപയോഗിക്കുന്നത്. ഐ മസ്റ്റ് ഹാവ് ബീൻ അസ്ലീപ്. ഞാൻ ഉറങ്ങുകയായിരുന്നിരിക്കണം. ഇത് നല്ല ജാക്കറ്റാണ്. ദിസ് ഇസ് എ നൈസ് ജാക്കറ്റ്. അതിന് നല്ല വില ഉണ്ടാവണം. വില ഉണ്ടാവണം എന്ന് പറയുമ്പോൾ മസ്റ്റ് ബി ആണ്. ഇറ്റ് മസ്റ്റ് ബി വെരി എക്സ്പെൻസീവ്. ദിസ് ഇസ് എ നൈസ് ജാക്കറ്റ്. ഇറ്റ് മസ്റ്റ് ബി എക്സ്പെൻസീവ്. അത് വിലയുള്ളതായിരിക്കണം. അതിന് നല്ല വില ഉണ്ടാവണം. ഇറ്റ് ഈസ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ അതിന് നല്ല വിലയുണ്ട്. ഇറ്റ് മേ ബി എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ അതിന് നല്ല വില ഉണ്ടായിരിക്കാം. ഇറ്റ് മസ്റ്റ് ബി എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ അതിന് നല്ല വില ഉണ്ടാവണം. അവളെ അറിയിക്കണം. നമ്മളിതിനു മുമ്പ് നോക്കിയ പല എക്സാമ്പിൾസിലും ബിക്ക് ശേഷം ഐ എൻ ജി ഫോം ആണ് ഉപയോഗിച്ചത്. ബിക്ക് ശേഷം നമുക്ക് വി ത്രീയും ഉപയോഗിക്കാം. അത് പാസീവ് വോയിസിലാണ്. ബി പ്ലസ് വി ത്രീ എല്ലായ്പ്പോഴും ഒരു പാസീവ് സ്ട്രക്ചറാണ്. അവളെ അറിയിക്കണം. ആരോ അവളെ അറിയിക്കണം. സംബഡി ഷുഡ് ഇൻഫോം ഹെർ. നമ്മളാണ് അറിയിക്കേണ്ടതെങ്കിൽ വി ഷുഡ് ഇൻഫോം ഹെർ. ഇത് നമുക്ക് പാസീവ് വോയിസിൽ പറയുമ്പോൾ എങ്ങനെയാണ് കിട്ടുക? ഷീ ഷുഡ് ബി ഇൻഫോംഡ്. അവളെ അറിയിക്കേണ്ടതുണ്ട്. ഷീ ഷുഡ് ബി ഇൻഫോംഡ്. ബി പ്ലസ് ബി ത്രീ എല്ലായ്പ്പോഴും പാസീവ് വെർബായിരിക്കും. വി ഷുഡ് ഇൻഫോം ഹെർ എന്നതിൻ്റെ പാസീവ് ഫോം ആണ് ഷീ ഷുഡ് ബി ഇൻഫോംഡ്. നീ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഈ ആക്സിഡന്റ് നിനക്ക് സംഭവിക്കില്ലായിരുന്നു. നീ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ. നിനക്ക് ശ്രദ്ധയുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? യു ആർ കെയർഫുൾ. ശ്രദ്ധയുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ യു വേർ കെയർഫുൾ. ഇനി അതിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് നമുക്ക് വേണ്ടത്. ഈ സെന്റൻസ് ടൈപ്പ് 3 കണ്ടീഷണലാണ് നമ്മൾ പറയുന്നത്. സംഭവിക്കാതെ പോയൊരു കാര്യമാണ്. ശ്രദ്ധിച്ചതുമില്ല, ആക്സിഡന്റ് സംഭവിക്കുകയും ചെയ്തു. ഇതുപോലത്തെ ഇമാജിനറി സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാനാണ് ടൈപ്പ് 3 കണ്ടീഷണൽ ഉപയോഗിക്കുന്നത്. ഈസിന്റെയും വാസിന്റെയും പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഹാസ് ബീൻ. അതിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഹാഡ് ബീൻ. ടൈപ്പ് 3 കണ്ടീഷണൽ നമ്മൾ ഇഫ് ക്ലോസിൽ ഉപയോഗിക്കുക ഹാഡ് ബീൻ ആണ്. യു ആർ കെയർഫുൾ എന്നതിലെ ആ ആറിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ആയി ഹാഡ് ബീൻ വേണം നമ്മളിവിടെ ഉപയോഗിക്കാൻ. ഇഫ് യു ഹാഡ് ബീൻ കെയർഫുൾ. നീ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഈ ആക്സിഡന്റ് നിനക്ക് സംഭവിക്കില്ലായിരുന്നു. യു വുഡിൻ ഹാവ് ഹാഡ് ദിസ് ആക്സിഡന്റ്. യു വുഡിൻ ഹാവ് ഹാഡ് ദിസ് ആക്സിഡന്റ്. ഇഫ് യു ഹാഡ് ബീൻ കെയർഫുൾ യു വുഡിൻ ഹാവ് ഹാഡ് ദിസ് ആക്സിഡന്റ്. ഹാവ് ഹാഡ് ഹാവിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ടൈപ്പ് 2 കണ്ടീഷനിൽ നമ്മളിത് ഇങ്ങനെ പറയാം. ഇഫ് യു വർ കെയർഫുൾ യു വുഡിൻ ഹാവ് ദിസ് ആക്സിഡന്റ്. ടൈപ്പ് 2 കണ്ടീഷണലിന്റെ ഫോം ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റും മെയിൻ ക്ലോസിലെ വുഡ് പ്ലസ് വി വണ്ണും ആണ്. യു വുഡിൻ ഹാവ് എന്നതിന് പകരമാണ് നമ്മൾ ടൈപ്പ് 3 കണ്ടീഷണലിൽ വുഡിൻ ഹാവ് ഹാഡ് എന്ന് പറയുന്നത്. ഹാവിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ആയി ഹാവ് ഹാഡ് ആണ് പിന്നെ നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഇഫ് യു ഹാഡ് ബീൻ കെയർഫുൾ യു വുഡിൻ ഹാവ് ഹാഡ് ദിസ് ആക്സിഡന്റ്. ഈ ആക്സിഡന്റ് സംഭവിക്കില്ലായിരുന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ ദിസ് ആക്സിഡന്റ് വുഡിൻ ഹാവ് ഹാപ്പൻഡ്. ഇഫ് യു ഹാഡ് ബീൻ കെയർഫുൾ ദിസ് ആക്സിഡന്റ് വുഡിൻ ഹാവ് ഹാപ്പൻഡ്. ഈ ആക്സിഡന്റ് സംഭവിക്കില്ലായിരുന്നു. നിനക്ക് ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ യു വുഡിൻ ഹാവ് ഹാഡ് ദിസ് ആക്സിഡന്റ്. അതൊരു ആക്സിഡന്റ് ആയിരിക്കാം. പ്രസന്റിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ആയിരിക്കാം. ഇറ്റ് മേ ബി ആൻ ആക്സിഡന്റ്. ആയിരിക്കാം എന്ന് പറയാൻ മേ ബി ഉപയോഗിക്കുക. ആയിരിക്കും എന്ന് പറയാൻ വിൽ ബി ഉപയോഗിക്കുക. ആയിരിക്കണം എന്ന് പറയാൻ മസ്റ്റ് ബി ഉപയോഗിക്കുക. അതൊരു ആക്സിഡന്റ് ആയിരിക്കാം. ഇറ്റ് മേ ബി ആൻ ആക്സിഡന്റ്. ഇറ്റ് മൈറ്റ് ബി ആൻ ആക്സിഡന്റ് എന്നും പറയാം. സാധ്യത കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ് കുഡ് ബി ആൻ ആക്സിഡന്റ് എന്നും നമുക്ക് പറയാം. ഇറ്റ് ക്യാൻ ബി ആൻ ആക്സിഡന്റ് എന്ന് പറയരുത്. ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ, അതായത് ഇത്തരം സാധ്യതകളെ കുറിച്ച് പറയാൻ നമ്മൾ അഫിർമേറ്റീവ് സെന്റൻസസിൽ ക്യാൻ ഉപയോഗിക്കില്ല. അതൊരു ആക്സിഡന്റ് ആയിരുന്നിരിക്കാം. പാസ്റ്റിൽ എപ്പോഴോ സംഭവിച്ചൊരു കാര്യമാണ്. അത് ആക്സിഡന്റ് ആയിരുന്നിരിക്കാം എന്ന് പറയുമ്പോൾ മേ ബി അല്ല മേ ഹാവ് ബീൻ ആണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് മേ ഹാവ് ബീൻ എൻ ആക്സിഡന്റ്. ഇറ്റ് മേ ബി എൻ ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് ആണ്. ഇറ്റ് മേ ഹാവ് ബീൻ എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ആണ്. അതൊരു ആക്സിഡന്റ് ആയിരുന്നിരിക്കാം. പാസ്റ്റിൽ എപ്പോഴോ സംഭവിച്ചൊരു കാര്യം ഒരു ആക്സിഡന്റ് ആയിരുന്നിരിക്കാം എന്ന് പറയാനാണ് നമ്മൾ മേ ഹാവ് ബീൻ എന്ന് പറയുന്നത്. കുഡ് ഹാവ് ബീൻ എന്നോ മൈറ്റ് ഹാവ് ബീൻ എന്നോ നമുക്ക് പറയാം. അതൊരു ആക്സിഡന്റ് ആയിരിക്കണം. ആയിരിക്കണം എന്ന് പറയുമ്പോൾ മസ്റ്റ് ബി ആണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് മസ്റ്റ് ബി എൻ ആക്സിഡന്റ്. അതൊരു ആക്സിഡന്റ് ആയിരുന്നിരിക്കണം എന്നാണ് പറയേണ്ടതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാം മസ്റ്റ് ഹാവ് ബീൻ എന്നാണ്. ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ എൻ ആക്സിഡന്റ്. മസ്റ്റ് ബി നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റിനെ കുറിച്ച് പറയാനാണ്. മസ്റ്റ് ഹാവ് ബീൻ നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഞാൻ എൻ്റെ അയൽക്കാരെ കുറേ കാലമായി കണ്ടിട്ടില്ല.
ഐ ഹാവിൻ സീൻ മൈ നെയ്ബേഴ്സ് ഫോർ എ ലോങ് ടൈം അല്ലെങ്കിൽ ഇൻ എ ലോങ് ടൈം. ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഫോറിന് പകരം ഇന്ന് ഉപയോഗിക്കാം. ഐ ഹാവിൻ സീൻ മൈ നെയ്ബേഴ്സ് ഫോർ എ ലോങ് ടൈം. കുറേ കാലമായി ഞാൻ അവരെ കണ്ടിട്ടില്ല. അവർ ഇവിടെ നിന്നും സ്ഥലം മാറി പോയിട്ടുണ്ടാവണം. അവർ മറ്റെങ്ങോട്ടെങ്കിലും താമസം മാറ്റിയിട്ടുണ്ടാവണം. ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബാണ് മൂവ് ഔട്ട്. മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് താമസം മാറ്റുന്നതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വെർബാണ് മൂവ് ഇൻ. അവർ സ്ഥലം മാറി പോയിട്ടുണ്ടാവണം. ദേ മസ്റ്റ് ഹാവ് മൂവ്ഡ് ഔട്ട്. അവർ പോയിട്ടുണ്ടാവണം. ദേ മസ്റ്റ് ഹാവ് മൂവ്ഡ് ഔട്ട്. മൂവ് ഇൻ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അങ്ങോട്ട് താമസം മാറ്റുക എന്നാണ് അർത്ഥം. മൂവ് ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏതോ അവിടെ നിന്നും മറ്റെവിടേക്കോ താമസം മാറി പോവുക എന്നാണ് അർത്ഥം. ദേ മസ്റ്റ് ഹാവ് മൂവ്ഡ് ഔട്ട്. അവർ പോയിട്ടുണ്ടാവണം. എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമില്ല. ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ആം ഷോർട്ട് ഓഫ് മണി എന്നും പറയാം. ഐ ആം ഷോർട്ട് ഓഫ് മണി. എനിക്ക് എൻ്റെ കാറ് കീപ്പ് ചെയ്യണമെന്നുണ്ട്. അത് നഷ്ടപ്പെടാൻ ആഗ്രഹമില്ല. ഐ വോണ്ട് ടു കീപ്പ് മൈ കാർ അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു കീപ്പ് മൈ കാർ. പക്ഷേ എനിക്ക് അത് വിൽക്കേണ്ടി വന്നേക്കാം. കയ്യിൽ ആവശ്യത്തിന് പണമില്ല, അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അത് വിൽക്കേണ്ടി വന്നേക്കും. ഐ വോണ്ട് ടു കീപ്പ് മൈ കാർ ബട്ട് ഐ മൈറ്റ് ഹാവ് ടു സെൽ ഇറ്റ്. ഒരു കാര്യം ചെയ്യേണ്ടി വന്നേക്കും എന്ന് പറയാനാണ് നമ്മൾ മേ ഹാവ് ടു അല്ലെങ്കിൽ മൈറ്റ് ഹാവ് ടു ഉപയോഗിക്കുന്നത്. ഐ മൈറ്റ് ഹാവ് ടു സെൽ ഇറ്റ്. എനിക്കത് വിൽക്കേണ്ടി വന്നേക്കാം. ഐ വിൽ ഹാവ് ടു സെൽ ഇറ്റ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എനിക്ക് വിൽക്കേണ്ടി വരും എന്നാണ്. മേ ഹാവ് ടു സെൽ ഇറ്റ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് ടു സെൽ ഇറ്റ് എന്ന് പറയുമ്പോൾ വിൽക്കേണ്ടി വന്നേക്കാം എന്നാണ് അർത്ഥം. എൻ്റെ ബൈക്കിന് എന്തോ കുഴപ്പമുണ്ട്. ദർ ഈസ് സംതിങ് റോങ് വിത്ത് മൈ ബൈക്ക്. ഇവിടെ രണ്ട് സ്പീക്കേഴ്സ് ഉണ്ട്. ദർ ഈസ് സംതിങ് റോങ് വിത്ത് മൈ ബൈക്ക്. അത് കേൾക്കുന്നയാൾ പറയുന്നത് ഞാൻ നോക്കട്ടെ എന്നാണ്. ലെറ്റ് മീ ഹാവ് എ ലുക്ക്. ലെറ്റ് മീ ഹാവ് എ ലുക്ക്. എനിക്കൊരു പക്ഷേ അത് നേരേക്കാൻ കഴിഞ്ഞേക്കും. എനിക്ക് നേരേക്കാൻ കഴിയും എന്നാണ് പറയേണ്ടതെങ്കിൽ പറയേണ്ടത് ഐ ക്യാൻ ഫിക്സ് ഇറ്റ് എന്നാണ്. ക്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയും എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. വളരെ കോൺഫിഡൻസോട് കൂടിയാണ് നമ്മളത് പറയുന്നത്. പക്ഷെ ആ ഒരു ഉറപ്പ് നമുക്കില്ലെങ്കിൽ ഒരു പക്ഷേ ചെയ്യാൻ സാധിച്ചേക്കും എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ ക്യാൻ അല്ല ഉപയോഗിക്കുക, മൈറ്റ് ബി ഏബിൾ ടു ആണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മേ ബി ഏബിൾ ടു ആണ് യൂസ് ചെയ്യുക. ഐ മൈറ്റ് ബി ഏബിൾ ടു ഫിക്സ് ഇറ്റ്. ഐ മൈറ്റ് ബി ഏബിൾ ടു റിപ്പയർ ഇറ്റ്. എനിക്കതൊരു പക്ഷേ ചെയ്യാൻ സാധിച്ചേക്കും. ചെയ്യാൻ സാധിക്കും എന്ന് പറയാൻ ക്യാൻ ഉപയോഗിക്കുക. ചെയ്യാൻ സാധിച്ചേക്കും എന്ന് പറയാൻ മേ ബി ഏബിൾ ടു യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മൈറ്റ് ബി ഏബിൾ ടു യൂസ് ചെയ്യുക. മേയും മൈറ്റും മാത്രം ഉപയോഗിച്ചാൽ പോരാ. ചെയ്യാൻ കഴിഞ്ഞേക്കും എന്ന് പറയാൻ മേക്കും മൈറ്റിനും ശേഷം ബി ഏബിൾ ടു കൂടി വേണം. ഐ മൈറ്റ് ബി ഏബിൾ ടു ഫിക്സ് ഇറ്റ്. എനിക്ക് മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇത് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാഡ് ടു ആണ്. ഐ ഹാഡ് ടു അറ്റൻഡ് ദ മീറ്റിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഹാഡ് ടു ബി അറ്റ് ദ മീറ്റിംഗ്. മീറ്റിങ്ങിന് ഞാൻ ഉണ്ടാവേണ്ടതായിരുന്നു. ഐ ഹാഡ് ടു ബി അറ്റ് ദ മീറ്റിംഗ്. പക്ഷെ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ബട്ട് ഐ കുഡിൻ ഗോ. ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ കുഡിൻറ്റ് ഉപയോഗിക്കാം. ഐ ഹാഡ് ടു ബി അറ്റ് ദ മീറ്റിംഗ് ബട്ട് ഐ കുഡിൻ ഗോ. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. എനിക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതിൻ്റെ ഒരു കാര്യമില്ലായിരുന്നു. ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടി വന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഹാഡ് ടു ആണ്. ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ചെയ്യേണ്ടി വന്നില്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഡിൻ ഹാവ് ടു ആണ്. എനിക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ഐ ഡിഡിൻ ഹാവ് ടു ബി അറ്റ് ദ മീറ്റിംഗ്. ഐ ഡിഡിൻ ഹാവ് ടു ബി അറ്റ് ദ മീറ്റിംഗ്. പക്ഷെ ഞാൻ എന്തായാലും പോയി. ബട്ട് ഐ വെൻറ്റ് എനിവേ. ഐ ഡിഡിൻ ഹാവ് ടു ബി അറ്റ് ദ മീറ്റിംഗ് ബട്ട് ഐ വെൻറ്റ് എനിവേ. എന്തായാലും ഞാൻ പോയി. ഐ ഹാഡ് ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടി വന്നു എന്നർത്ഥം. ഐ ഡിഡിൻ ഹാവ് ടു എന്ന് പറയുമ്പോൾ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടി വന്നില്ല, അതാണ് അതിനർത്ഥം. എനിക്ക് പോവേണ്ട ആവശ്യമില്ലായിരുന്നു. ഐ ഡിഡിൻ ഹാവ് ടു ഗോ. ഇവിടെ നമുക്ക് ഹാവിന് പകരം നീഡ് ഉപയോഗിക്കാം. ഐ ഡിഡിൻ നീഡ് ടു ഗോ എന്നും പറയാം. എനിക്ക് പോവേണ്ട ആവശ്യമില്ലായിരുന്നു. ഐ ഡിഡിൻ ഹാവ് ടു ഗോ. അതുകൊണ്ട് ഞാൻ പോയില്ല. സോ ഐ ഡിഡിൻറ്റ്. ഐ ഡിഡിൻ ഹാവ് ടു ഗോ അല്ലെങ്കിൽ ഐ ഡിഡിൻ നീഡ് ടു ഗോ. സോ ഐ ഡിഡിൻറ്റ്. ഞാൻ പോയില്ല. ഇനി ഇന്നത്തെ ഹോംവർക്ക്. ഈ ലെസണിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് താഴെ കമൻസിൽ പോസ്റ്റ് ചെയ്യാം. ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. മോഡൽ വെർബ്സിന് ശേഷം ബിയും ഹാവും ഇൻഫിനിറ്റീവും ഉപയോഗിച്ച് എങ്ങനെ സെൻറ്റൻസസ് നിർമ്മിക്കാം, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻലി നോക്കിയത്. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.